ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗണിതം കഴിഞ്ഞ പാർട്ടിലെടുത്തതിൻ്റെ ബാക്കി ഭാഗമാണ് നോക്കുന്നത്. പാൽ വിതരണം. അയനിമല സ്കൂളിലെ കുട്ടികൾക്ക് പാൽ കുടിക്കാൻ ആവശ്യമായ ഗ്ലാസ് ഗ്രാമപഞ്ചായത്ത് നൽകി. ഒരു പെട്ടിയിൽ 1/2 ഡസൻ ഗ്ലാസ് ഉണ്ട്. 21 പെട്ടി ഗ്ലാസ് ആണ് കൊടുത്തത്. സ്കൂളിൽ എത്ര ഗ്ലാസ് ആണ് കിട്ടിയത്? ഒരു ഡസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 എണ്ണം. അപ്പോൾ ഒരു പെട്ടിയിൽ 1/2 ഡസനാണ്. 1/2 ഡസൻ എന്ന് പറഞ്ഞാൽ 12ൻ്റെ പകുതി 6. ഒരു പെട്ടിയിൽ 6 എണ്ണം വെച്ചിട്ട് 21 പെട്ടിയിൽ എത്ര എണ്ണം ഉണ്ടാവും? 21 × 6 126. അപ്പോൾ ഇവിടെ 126 എന്ന് എഴുതി കൊടുക്കുക. മൊത്തം 21 പെട്ടിയിൽ 126 ഗ്ലാസ്സുകളുണ്ട്. ഇനി ഞാൻ കണക്കാക്കിയ രീതി, ചങ്ങാതി കണക്കാക്കിയ രീതി എന്ന് പറഞ്ഞിട്ട് 2 ബോക്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് അത് കണക്കാക്കി എന്നുള്ളതാണ് എഴുതേണ്ടത്. സ്വാഭാവികമായിട്ടും നമ്മൾ 21 × 6 ചെയ്യുക. അപ്പോൾ അതിവിടെ എഴുതി കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ചങ്ങാതിയുടെ എഴുതുന്നുണ്ട്. ഇത് നിങ്ങൾ സ്കൂളിൽ നിന്ന് ചെയ്തിട്ടുണ്ടാവും അല്ലേ? പിന്നെ പുരവനം സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് 1 ഡസൻ ഗ്ലാസ് വീതമുള്ള 9 പെട്ടിയാണ് വിതരണം ചെയ്തത്. ആകെ എത്ര ഗ്ലാസ് കിട്ടി? അപ്പോൾ 1 ഡസനാണ് കൊടുത്തത്. 1 ഡസന് 12 എണ്ണം ഉണ്ട്. അപ്പോൾ 9 × 12 ചെയ്യുക. കണക്കായി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 9 × 12 എത്രയാണ്? 9 × 12 108. ഇവിടെ എഴുതി കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് പസിൽ കോർണറാണ്. ഒരു സംഖ്യയെ 8 കൊണ്ട് ഗുണിച്ചാൽ 120 കിട്ടും. ആ സംഖ്യയുടെ തൊട്ടടുത്ത സംഖ്യ 8 കൊണ്ട് ഗുണിച്ചാൽ എത്ര കൂടും? ഏത് സംഖ്യനെയാണ് 8 കൊണ്ട് ഗുണിച്ചാൽ 120 കിട്ടുക? 8 × 15 ആണ് 120. അപ്പോൾ 15നെ 8 കൊണ്ട് ഗുണിച്ചാലാണ് 120 കിട്ടുക. ആ സംഖ്യയുടെ തൊട്ടടുത്ത സംഖ്യയെ 8 കൊണ്ട് ഗുണിച്ചാൽ എത്ര കൂടും? ഇതിൻ്റെ തൊട്ടടുത്തുള്ള സംഖ്യ 16. 16നെ 8 കൊണ്ട് ഗുണിച്ചാൽ എത്ര കൂടും? 128 ആണ്. എത്ര കൂടി? 120ന് 8 കൂടി. ഇപ്പോൾ 8 കൊണ്ട് ഗുണിക്കുക എന്ന് പറയുമ്പോൾ ഓരോ സംഖ്യയിലും 8 കൂടി പോവുകയാണല്ലോ. ഇപ്പോൾ 15ൽ 120 ആകുമ്പോൾ 16ൽ അവിടെ 8 കൂടുക. അപ്പോൾ 128. പിന്നെ 17 ആകുമ്പോൾ വീണ്ടും 128 കൂടെ 8 കൂടുക. ഓക്കെ, എത്ര കൂടുന്നുള്ളത് 8. 120 കിട്ടി ഒരു സംഖ്യ ഗുണിച്ചപ്പോൾ. അപ്പോൾ ആ സംഖ്യ ഏതാണെന്ന് നിങ്ങൾ അറിയണമെന്നൊന്നുമില്ല. കാരണം 120 കിട്ടുമ്പോൾ പിന്നെ അതിൻ്റെ അടുത്തുള്ള സംഖ്യ നമ്മൾ വീണ്ടും 8 കൊണ്ട് ഗുണിക്കുമ്പോൾ 8 തന്നെയാണല്ലോ അവിടെ കൂടുക. സിമ്പിളാണ്. പിന്നെ ഒരു സംഖ്യയെ 4 കൊണ്ട് ഗുണിച്ചാൽ 4172 കിട്ടും. ആ സംഖ്യയുടെ തൊട്ടടുത്ത സംഖ്യയെ 4 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? അപ്പോൾ ഈ 4172 കൂടെ 4 കൂടും. 4176. അതാണ് ആൻസർ വരിക. ഓക്കെ, പിന്നെ അടുത്തത് ഒരു സംഖ്യയെ 7 കൊണ്ട് ഗുണിച്ചാൽ 238 കിട്ടും. ആ സംഖ്യയുടെ തൊട്ട് മുമ്പുള്ള സംഖ്യയെ 7 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? ഇത് പറഞ്ഞിരിക്കുന്നത് തൊട്ട് മുമ്പുള്ള സംഖ്യയാണ്. അപ്പോൾ 7 കൊണ്ട് ഗുണിച്ചാൽ 238 കിട്ടിയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള സംഖ്യ 7 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും എന്നറിയാൻ ഈ സംഖ്യയിൽ നിന്ന് 7 കുറച്ചാൽ മതി. 138ന്ന് 7 പോയാൽ എത്ര? എന്താ? 231. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇത് തൊട്ട് മുമ്പുള്ള സംഖ്യയാണെന്നുണ്ടെങ്കിൽ ആ സംഖ്യയിൽ നിന്ന് ഏതാ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ അത് കുറക്കുക. തൊട്ടടുത്തുള്ള സംഖ്യ പറയുമ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള സംഖ്യയിൽ നിന്ന് അത്രയും കുറക്കുക. ഓക്കെ, ഇനി ഗ്രാമപഞ്ചായത്ത് സഹായം. മിത്രയുടെ സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് പുതിയ ഡെസ്കും കസേരയും എത്തിച്ചു. ഒരു ഡെസ്കിന് 4 കസേര വീതമാണ്. ഓരോ ക്ലാസ്സിനും കൊടുത്ത ഡെസ്കിൻ്റെ എണ്ണം ചുവടെ എഴുതിയിരിക്കുന്നു. ആകെ എത്ര ഡെസ്കുകളും കസേരയും കൊടുത്തു? നമുക്ക് നോക്കാം. ക്ലാസ്സും ഡെസ്കും തന്നിട്ടുണ്ട്. ക്ലാസ് 1ലേക്ക് 8 ഇത് കൊടുത്തു, ഡെസ്ക്. ക്ലാസ് 2ലേക്ക് 7 ഡെസ്ക് കൊടുത്തു. ക്ലാസ് 3ക്ക് 9 ഡെസ്ക്. ക്ലാസ് 4ക്ക് 5 ഡെസ്ക്. ആകെ എത്ര എണ്ണം ഡെസ്കും കസേരയും എത്ര എണ്ണം എന്നാണ്. അതെങ്ങനെ കണ്ടുപിടിക്കുക? അപ്പോൾ ആകെ എണ്ണം എഴുതണം. ഡെസ്കിൻ്റെ ആകെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കുക? ഈ 4ഉം കൂട്ടുക. ഡെസ്കിൻ്റെ എണ്ണം മൊത്തത്തിൽ കൂട്ടുക. 8 + 7 + 9 + 5. മൊത്തം ഇതൊക്കെ കൂടിയും കൂട്ടിയാൽ 29 എന്ന് കിട്ടും ആകെ ഡെസ്ക്. പക്ഷേ കസേര എത്ര എണ്ണമാണ്? ഓരോ ഡെസ്കിനും 4 എണ്ണം വീതമാണ്. അപ്പം മൊത്തം ഡെസ്ക് 29. അപ്പോൾ കസേരയുടെ എണ്ണം കിട്ടാൻ നമ്മൾ 29 × 4 ചെയ്യേണ്ടത്. 29 × 4 എത്രയാണ്? 116. ഓക്കെ, ഇനി ഞാൻ കണക്കാക്കിയ രീതി, ചങ്ങാതി കണക്കാക്കിയ രീതി എഴുതണം. നിങ്ങളെങ്ങനെ കണക്കാക്കിയത്? ആദ്യം ഇതൊക്കെ കൂടി കൂട്ടി അത് എഴുതി കൊടുത്താൽ മതി. 8 + 7 + 9 + 5 ചെയ്തു. അപ്പോൾ ആൻസർ 29 എന്ന് കിട്ടി. എന്നിട്ട് 29 × 4 ചെയ്തു എന്ന്. ഓക്കെ,
ഇനി ഒരു ഡെസ്കിന് പിറകിൽ 5 കസേര വീതം നിരത്താൻ എത്ര കസേര വേണ്ടിവരും? എങ്ങനെ കണക്കാക്കാം? എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഡെസ്കിന് പിറകിൽ 5 കസേര വീതം വെക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര കസേര വേണ്ടി വരും? 29 ഡെസ്ക് ആണല്ലോ. അപ്പോൾ 29 × 5 ചെയ്യുക. ആൻസർ 145. അത് ഇവിടെ എഴുതിയാൽ മതി. നിങ്ങൾ കണക്കാക്കിയത് 29 × 5. ഇനി എന്താണ്? പാറ്റേൺ തുടരൂ. സംഖ്യാബന്ധം കണ്ടുപിടിക്കൂ. 1 × 9 + 1 10. 1 × 9 പറഞ്ഞാൽ 9, 9 + 1 10. 2 × 9 പറഞ്ഞാൽ 18, 18 + 2 20. 3 × 9 പറഞ്ഞാൽ 27, 27 + 3 30. പിന്നെ അടുത്തത് എന്താണ്? ഇവിടെ 4 × 9 + 4 = 40. 5 × 9 + 5 = 50. 6 × 9 + 6 = 60. 7 × 9 + 7 = 70. 8 × 9 + 8 = 80. 9 × 9 + 9 = 9 + 90. 10 × 9 + 10 = 100. ഓക്കെ. പിന്നെ ഞാൻ കണ്ടുപിടിച്ച രീതി എഴുതുക. ഈ സംഖ്യ പാറ്റേൺ ഉപയോഗിച്ച് താഴെ തന്നിരിക്കുന്നവയുടെ ഉത്തരം കണക്കാക്കാൻ. 15 × 9 എത്ര? 135 + 15 150. ഇനി 43 × 9 എത്രയാണ്? 387 + 43 എത്ര? 430. പിന്നെ 78 × 9 702 + 78 എത്ര? 780 വരും. പിന്നെ അതേപോലത്തെ ഒന്ന് നമ്മളോട് എഴുതാനാണ് ഇനി പറഞ്ഞിട്ടുള്ളത്. 5 × 15 + 5. ഓക്കെ, നമുക്ക് 80 എന്ന് കിട്ടും. ഇനി 10 കൊണ്ടും 20 കൊണ്ടും ഗുണിക്കാനുള്ള എളുപ്പ വഴി കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കൂ. എന്താണ്? 10 കൊണ്ട് 10 × 10 100, 11 × 10 110, 13 × 10 130, 16 × 10 160, 19 × 10 190. പിന്നെ 20 കൊണ്ടാണെന്നുണ്ടെങ്കിൽ 10 × 20 അത് 200, 11 × 20 220, 13 × 20 260. പിന്നെ എന്താണ്? 16 × 20 320, 19 × 20 380. ഇനി അടുത്തത് 10 × 10 100, 20 × 20 400, 30 × 30 900, 40 × 40 1600, 50 × 50 2500. പിന്നെ 60 × 60 3600, 70 × 70 4900, 80 × 80 6400, 90 × 90 8100. ഇത് സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി? 1 × 1 ചെയ്യുക, എന്നിട്ട് 2 0 കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 1100. പിന്നെ 20 × 20 2 × 2 ചെയ്യുക. അപ്പം 4, 4ൻ്റെ കൂടെ 2 0 ഇട്ട് കൊടുക്കുക. അങ്ങനെ ഓരോന്നും കുടിച്ചിട്ട് അതിൻ്റെ കൂടെ 2 0 ചേർത്താൽ മതി. ഓക്കെ. ഇനി ഇതുപോലെ 30, 40, 50 എന്നീ സംഖ്യകൾ കൊണ്ട് എങ്ങനെ എളുപ്പത്തിൽ ഗുണിക്കാമെന്ന് കണ്ടുപിടിച്ച് നോട്ട് ബുക്കിൽ എഴുതാൻ. ഇനി പൂരിപ്പിക്കൂ, ബന്ധം കണ്ടുപിടിക്കൂ. 1 × 8 8, 2 × 8 16, 3 × 8 അങ്ങനെ 8ൻ്റെ ഗുണനപ്പട്ടിക എഴുതുക. 1 8 8 2 8 16 3 8 24 4 8 32 5 8 40 6 8 48 7 8 56 8 8 64 9 8 72 8 80. ഓക്കെ, അതെഴുതിക്കോ. 8ൻ്റെ ഗുണനപ്പട്ടികയുടെ എഴുതണം. പിന്നെ ഇവിടെ 9ൻ്റെ 9 9 29 18 3 9 27 4 9 36 5 9 45 6 9 54 7 9 63 8 9 72 9 9 81 9 90. അതും എഴുതി കൊടുക്കുക. പിന്നെ ഇവിടെ 6ൻ്റെ എഴുതുക. 1 6 6 26 12 3 6 18 4 6 24 5 6 30 6 6 36 7 6 42 8 6 48 9 6 54 6 60. പിന്നെ 5ൻ്റെ 1 5 5 2 5 10 3 5 15 4 5 25 5 5 30 6 5 35 8 5 40 9 5 45 5 50. ഇനി എന്താ? പിന്നെ ഇത് തമ്മിലുള്ള ഇതെല്ലാതും കൂടി ബന്ധം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ ഇവിടെ കൊടുത്തിട്ടുള്ളത്?
1 × 8 പ്ലസ് 1 × 6. 1 × 8 പറഞ്ഞാൽ 8ഉം 1 × 6 പറഞ്ഞാൽ 6. അത് രണ്ടും കൂടി കൂട്ടിയാൽ 8ഉം 6ഉം 14. പിന്നെ അടുത്തത് 2 × 8ഉം പ്ലസ് 2 × 6ഉം കൂടി കൂട്ടിയാൽ 2 × 14. അതായത് 2 × 8 16ഉം 2 × 6 12ഉം. 16ഉം 12ഉം കൂട്ടിയാൽ 28. അതാണ് 2 × 14. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതേപോലെ ഇങ്ങനെ എല്ലാതും ചെയ്തിട്ട് അതിൻ്റെതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഇപ്പം ഇത് കണ്ടോ, ഇവിടെ കിട്ടുന്ന ആൻസർ ഉണ്ടല്ലോ, ഈ 1 × 14 2 × 14, അതാണ് നമ്മൾ ഈ ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. ഫസ്റ്റത്തെ 1 × 14 14, അടുത്തത് പിന്നെ 2 × 14 14 കിട്ടി. ഇത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ വരിക? 3 × 8 പ്ലസ് 3 × 6. അങ്ങനെ എല്ലാതും എഴുതി കൊടുക്കുക. പിന്നെ അടിയെന്നാണെന്നുണ്ടെങ്കിൽ അടിയെന്ന് കണ്ടോ, 1 × 9 പ്ലസ് 1 × 5. 9ഉം 5ഉം 14. അപ്പോൾ 1 × 14. പിന്നെ അതേപോലെ തന്നെ 2 × 9 2 × 9 പ്ലസ് 2 × 5 സമം 2 × 14. അങ്ങനെ ഇതിൽ നിന്ന് ഒരേപോലെയാണ് 4ഉം വരിക. അപ്പോൾ നമ്മൾ 2 നോക്കിയിട്ട് അടിവെച്ച് എഴുതി കൊടുത്താൽ മതി. ലാസ്റ്റത്തെയും കൂടി പറഞ്ഞുതരാം. ലാസ്റ്റത്തെ 10 × 9 പ്ലസ് 10 × 5 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10 × 9 90ഉം 10 × 5 എത്ര 50. അപ്പോൾ 90ഉം 50ഉം കൂടി ചേർത്താൽ 140. അപ്പോൾ ഇവിടെ 10 × 14 140 വരിക. ഓക്കെ, ഞാൻ കണ്ടെത്തിയ രീതി എഴുതി കൊടുക്കണം. നിങ്ങൾ ഗുണിച്ച് എങ്ങനെയാണ് കണ്ടെത്തിച്ച ആ രീതി എഴുതി കൊടുക്കുക. ഇനി നെക്സ്റ്റ് ബില്ല് പൂരിപ്പിക്കാം. സ്കൂൾ സ്റ്റോറിൽ നിന്ന് ഓരോ ക്ലാസ്സിലെയും കുട്ടികൾ വാങ്ങിയ സാധനങ്ങളുടെ ബില്ല് നോക്കൂ. ബില്ല് പൂരിപ്പിക്കണം നമ്മൾ. ഇനം, വില. പെൻസിൽ കട്ടർ അതിന് 1 രൂപ. റബ്ബർ കട്ട 2 രൂപ. പെൻസിൽ ഒറ്റക്ക് 3 രൂപ. സ്കെയിലിന് 12 രൂപ. നോട്ട്ബുക്കിന് 15 രൂപ. പേനയ്ക്ക് 6 രൂപ. ബ്രഷിന് 7 രൂപ. ബോക്സിന് 25 രൂപ. കത്രികയ്ക്ക് 30 രൂപ. ഇനി ബില്ല് പൂരിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? ഇനം ഏതാ? ബോക്സും സ്കെയിലും ആണ് വാങ്ങിയിട്ടുള്ളത്. എത്ര എണ്ണം വാങ്ങി? ബോക്സ് 2 എണ്ണം വാങ്ങി. സ്കെയിൽ 4 എണ്ണം വാങ്ങി. ബോക്സിൻ്റെ വില 25ഉം സ്കെയിലിൻ്റെ വില 12ഉം. അപ്പോൾ നമ്മൾ ആകെ എങ്ങനെ കൂട്ടുക? ഒരു ബോക്സിന് 25 രൂപയാണ്. അപ്പോൾ ഇവിടെ 2 ബോക്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2 × 25 ചെയ്താൽ 50. ബോക്സിന് ആകെ 50 ആയി. പിന്നെ സ്കെയിലാണെങ്കിൽ 4. സ്കെയിലിൻ്റെ വില 12ആണ്. അപ്പോൾ 4 എണ്ണം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? 4 × 12 48. അപ്പോൾ ആകെ എത്ര വരിക? 50ഉം 48ഉം 98 രൂപയായി മൊത്തം. പിന്നെ ബില്ല് 2 നോക്കൂ. ഇനം എന്താണ്? പെൻസിലും ബ്രഷും. പക്ഷേ എണ്ണം തന്നിട്ടില്ല, അത് നമ്മൾ കണ്ടുപിടിക്കണം. വില 3 രൂപയാണ് പെൻസിലിന്, ബ്രഷിന് 7 രൂപ. പിന്നെ ആകെ നമ്മൾ ആകെ മൊത്തം 35 രൂപ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ വരിക? നമുക്ക് എങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും? 35 കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് 21ഉം 14ഉം ആയിട്ട് എടുക്കാം. 21ഉം 14ഉം കൂട്ടിയാൽ 35. അപ്പോൾ 21ഉം 14ഉം എങ്ങനെ വരിക? 3 രൂപൻ്റെ എത്ര എണ്ണം വാങ്ങേണ്ടി വരും പെൻസിൽ? 1 3 3, 2 3 6, 3 3 9, 4 3 12, 5 3 15, 6 3 18, 7 3 21. അപ്പോൾ 7 പെൻസിൽ വാങ്ങണം. 7 പെൻസിൽ 3 രൂപയുടെ വാങ്ങിയാൽ 7 × 3 21 കിട്ടും. പിന്നെ 7 രൂപ ബ്രഷിനാവുമ്പോൾ 14 കിട്ടാൻ എത്ര ബ്രഷ് വാങ്ങേണ്ടി വരും? 2 ബ്രഷ് മേടിക്കണം. 2 ബ്രഷ് ഓരോ 7 7 14. അപ്പോൾ 2 × 7 ചെയ്യുമ്പോൾ 14. പിന്നെ ആകെ കിട്ടാൻ 21 + 14 35 കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് ബില്ല് 3. ഇനം നോട്ട് ബുക്കും പെൻസിലും. അതും ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൻ്റെ വില തന്നിട്ടുണ്ട്, എണ്ണം തന്നിട്ടില്ല, കണ്ടുപിടിക്കണം. വില 15 രൂപ 3 രൂപ. ആകെ കിട്ടിയിരിക്കുന്നത് 90ആണ്. നമ്മൾ എങ്ങനെ ചെയ്യേണ്ടി വരും? ഇപ്പം 90 കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ 60ഉം 30ഉം വെച്ച് നോക്കി വെക്കുക. കാരണം 15 രൂപയുടെ നോട്ട് ബുക്ക് 4 നോട്ട് ബുക്ക് എടുത്തു. 4 നോട്ട് ബുക്കിന് 60 രൂപയായി. 15ഉം 15ഉം 30. പിന്നെയും 15ഉം 15ഉം 30. ഇപ്പോൾ 60. 4 × 15 60 എന്ന് കിട്ടി ഇവിടെ. പിന്നെ
ബാക്കി 30 രൂപയാണ്. അപ്പം 30 രൂപക്ക് നമുക്ക് 10 പെന്നെടുക്കാം, 10 പെൻസിലെടുക്കാം. 10 പെൻസിലെടുത്താൽ 10 × 3 30. അപ്പോൾ 30 + 60 90. പിന്നെ ബില്ല് 4 ആണെന്നുണ്ടെങ്കിൽ ഇനം സ്കെയില്, പേന, റബ്ബർ കട്ട. സ്കെയിലിന് 12 രൂപയാണ്, പേനയ്ക്ക് 6 രൂപ, റബ്ബർ കട്ടക്ക് 2 രൂപ. മൊത്തം 100 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ എടുക്കാം? 100 വരണമെന്നുണ്ടെങ്കിൽ എത്രയൊക്കെയാണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം, കൂട്ടി നോക്കിയിട്ട് കിട്ടണ പോലെ എടുക്കാം. 12 രൂപയുടെ സ്കെയിൽ ഞാൻ 5 എണ്ണം എടുത്തു. അപ്പോൾ 5 × 12 എത്രയാണ്? 60. അപ്പോൾ 60 ആയി. പിന്നെ അടുത്തത് പേനയ്ക്ക് 6 രൂപ ആകുമ്പോൾ ഞാൻ 4 എണ്ണമാണ് എടുക്കുന്നത്. 1 6 6 2 12 3 18 4 6 24. 24ഉം 60ഉം എത്രയായി? 84. ബാക്കി 16 രൂപ ഉണ്ട്. ഈ 16 രൂപക്ക് 2 രൂപയുടെ ഡബ്ബർ എടുക്കുമ്പോൾ എത്ര എടുക്കേണ്ടി വരും? 8 എണ്ണം. അപ്പോൾ 2 × 8 16. അപ്പോൾ മൊത്തത്തിൽ 60 + 24 + 16 100 രൂപ ആയി. പിന്നെ അടുത്തത് ജ്വാല 100 രൂപക്ക് 4 ഇനം സാധനങ്ങൾ വാങ്ങിയത് എന്തൊക്കെയാകാം? ഓരോന്നും എത്ര എണ്ണം വീതമാകാം? ബില്ല് നോട്ട് ബുക്കിൽ തയ്യാറാക്കാനാണ് ഇനി പറഞ്ഞിട്ടുള്ളത്. ഇത് നിങ്ങളോട് ഒരു ബില്ല് തയ്യാറാക്കാനാണ്. അത് ജ്വാല 100 രൂപക്കാണ് ആകെ സാധനങ്ങൾ വാങ്ങിയത്. 4 ഇനം സാധനങ്ങൾ വാങ്ങിയത് എന്തൊക്കെയാവാം? ഓരോന്നും എത്ര എണ്ണം വീതം? അത് നിങ്ങൾക്ക് മറ്റേ ഇത് നോക്കിയിട്ട് കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. ഇത് നോക്കിയിട്ട് എഴുതിയാൽ മതി. ഓക്കെ. ഇനി അടുത്തത് ഒരു പസിൽ കോർണറാണ്. ആദിയുടെ സമ്പാദ്യപ്പെട്ടി. ആദിയുടെ ജന്മദിനത്തിന് മുത്തശ്ശി സമ്പാദ്യപ്പെട്ടിയിലേക്ക് 1 രൂപയാണ് കൊടുത്തത്. ആദ്യ ദിവസം കിട്ടിയ രൂപയുടെ ഇരട്ടിയാണ് 2ാം ദിവസം കിട്ടിയത്. 2ാം ദിവസം കിട്ടിയ രൂപയുടെ ഇരട്ടിയാണ് 3ാം ദിവസം കിട്ടിയത്. ഇങ്ങനെ തുടർന്നാൽ 7 ദിവസം കൂടുമ്പോൾ സമ്പാദ്യപ്പെട്ടിയിൽ എത്ര രൂപയുണ്ടാവും? ഓക്കെ. ആദിയുടെ ജന്മദിനത്തിൽ മുത്തശ്ശി 1 രൂപ സമ്പാദ്യപ്പെട്ടിക്ക് 1 രൂപ കൊടുത്തു. പിന്നെ രണ്ടാമത്തെ ദിവസം അതിൻ്റെ ഇരട്ടിയാണ് കൊടുത്തത്. 1ൻ്റെ ഇരട്ടി 2. അപ്പോൾ 2ഉം 1ഉം 3 ആയി. പിന്നെ 2ാം ദിവസം കിട്ടിയുടെ ഇരട്ടിയാണ് 3ാം ദിവസം കൊടുത്തത്. അതായത് 2ാം ദിവസം കിട്ടിയത് 2. അപ്പോൾ 2ൻ്റെ ഇരട്ടി 4 ആണ് 3ാം ദിവസം കിട്ടിയത്. അപ്പോൾ മൊത്തം 3ഉം 4ഉം 7 ആയി. അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റത്തെ ദിവസം 1 രൂപ കൊടുത്തു. അപ്പോൾ 1 പ്ലസ് പിറ്റത്തെ ദിവസം എത്രയാണ് കൊടുത്തത്? 1ൻ്റെ ഇരട്ടി 2 കൊടുത്തു. പ്ലസ് 3ാമത്തെ ദിവസം 2ൻ്റെ ഇരട്ടിയാണ് കൊടുത്തത്. പ്ലസ് 4ാമത്തെ ദിവസം 4ൻ്റെ ഇരട്ടി 8. പ്ലസ് 5ാമത്തെ ദിവസം 8ൻ്റെ ഇരട്ടി. പ്ലസ് അപ്പോൾ 6ാമത്തെ ദിവസം 16ൻ്റെ ഇരട്ടി. പ്ലസ് 7ാമത്തെ ദിവസം അപ്പോൾ എത്രയും കാലം 32ൻ്റെ ഇരട്ടി. അപ്പോൾ എങ്ങനെയാണ് വരിക? ഫസ്റ്റത്തെ ദിവസം 1 കിട്ടി, അപ്പോൾ 1 പ്ലസ് 2ാമത്തെ ദിവസം 2 കിട്ടി, അപ്പോൾ 2 പ്ലസ് 3ാമത്തെ ദിവസം 4 ആണ് കിട്ടിയത്. 4 പ്ലസ് 4ാമത്തെ ദിവസം 8 പ്ലസ് 5ാമത്തെ ദിവസം 16 പ്ലസ് 6ാമത്തെ ദിവസം 32 പ്ലസ് 7ാമത്തെ ദിവസം 64. 1 പ്ലസ് 2 പ്ലസ് 4 പ്ലസ് 8 പ്ലസ് 16 പ്ലസ് 32 പ്ലസ് 64. അങ്ങനെ 7 ദിവസം വരെ കിട്ടിയപ്പോൾ മൊത്തം 127 രൂപ. ഓക്കെ. ഇനി അടുത്തത് പെൻസിൽ പെട്ടി. മിൻഹ 5 പെൻസിൽ വീതം ഒരു പാക്കറ്റിലാക്കി. ഇത്തരം 4 പാക്കറ്റ് ഒരു പെട്ടിയിലാക്കി. നന്മ സ്റ്റോറിൽ 6 പെട്ടിയും മേന്മ സ്റ്റോറിൽ 4 പെട്ടിയും കൊടുത്തു. ആകെ എത്ര പെൻസിൽ കൊടുത്തത്? ഒരു പെൻസിലിന് 5 രൂപയാണ് വില. മിൻഹയ്ക്ക് എത്ര രൂപ കിട്ടി? എങ്ങനെയാണ്? ഒരു പാക്കറ്റിലുള്ള പെൻസിൽ എത്രണ്ണാണ്? 5 പെൻസിൽ. അപ്പോൾ ഇവിടെ 5. ഒരു പെട്ടിയിലുള്ള പെൻസിൽ എത്രയാണ് ഒരു പെട്ടിയിൽ വരിക? ഈ 5 എണ്ണം ഉള്ള 4 പാക്കറ്റ് ഒരു പെട്ടിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു പെട്ടിയിൽ 5 × 4 20 എണ്ണം വരും. നന്മ സ്റ്റോറിൽ കൊടുത്ത പെൻസിൽ എത്രണ്ണ? നന്മ സ്റ്റോറിൽ 6 പെട്ടിയും 6 പെട്ടി. അപ്പോൾ 6 പെട്ടി എന്ന് പറയുമ്പോൾ ഒരു പെട്ടിയിൽ എത്ര എണ്ണം എന്നാണ് പറഞ്ഞത്? 20 എണ്ണം. അപ്പോൾ 6 പെട്ടിയിൽ എത്രയാണ്? 20 × 6 120 എണ്ണം നന്മ സ്റ്റോറിൽ കൊടുത്തു. മേന്മ സ്റ്റോറിൽ കൊടുത്ത പെൻസിൽ എത്ര എണ്ണമാവും? മേന്മ സ്റ്റോറിൽ 4 പെട്ടിയാണ് കൊടുത്തത്. ഓരോ പെട്ടിയിലും 20 എണ്ണം ഉണ്ട്. അപ്പോൾ 20 × 4 80 എണ്ണമാണ് മേന്മ സ്റ്റോറിൽ കൊടുത്തത്. ഇനി മിൻഹക്ക് കിട്ടിയ രൂപയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ മൊത്തം എത്ര പെൻസിലായി? നന്മ സ്റ്റോറിൽ 120 എണ്ണവും മേന്മ സ്റ്റോറിൽ 80 എണ്ണവും കൊടുത്തു. അപ്പോൾ 120ഉം 80ഉം
200. മിൻഹ മൊത്തം 200 പെൻസിൽ കൊടുത്തു. അപ്പോൾ ഒരു പെൻസിലിന് 5 രൂപയാകുമ്പോൾ എത്രണ്ണാവും മൊത്തം? 200 × 5 ചെയ്യുക. എത്രയാണ്? മിൻഹക്ക് മൊത്തം 1000 രൂപ കിട്ടി. 20 × 5 എത്രയാണ്? 100. അതേപോലെ 200 × 5 1000. മിൻഹക്ക് കിട്ടിയ രൂപ 1000. ഓക്കെ, ഞാൻ കണക്കാക്കിയ രീതി എഴുതണം. ഒക്കെ കൂടി കൂട്ടി എഴുതിയാൽ മതി കേട്ടോ, ഞാൻ പറഞ്ഞത് പോലെ. ഇനി ഒരു പസിൽ കോർണർ ഉണ്ട്. മിൻഹയുടെ 2 കയ്യിലും പെൻസിലുണ്ട്. ഇടതു കയ്യിൽ നിന്നും ഒരു പെൻസിൽ എടുത്ത് വലതു കയ്യിൽ വെച്ചപ്പോൾ അതിലെ എണ്ണം ഇടതു കയ്യിലെ എണ്ണത്തിൻ്റെ ഇരട്ടിയായി. വലതു കയ്യിലെ ഒരു പെൻസിൽ എടുത്ത് ഇടതു കയ്യിൽ വെച്ചപ്പോൾ 2 കൈകളിലെയും പെൻസിലിൻ്റെ എണ്ണം തുല്യം. മിൻഹയുടെ ഓരോ കയ്യിലും എത്ര പെൻസിലുണ്ട്? മിൻഹയുടെ 2 കയ്യിലും പെൻസിലുണ്ട്. ഇടത് കയ്യിൽ നിന്ന് ഒരു പെൻസിൽ എടുത്ത് വലത് കയ്യിൽ വെച്ചപ്പോൾ അതിൻ്റെ എണ്ണം ഇടതു കയ്യിലെ എണ്ണത്തിൻ്റെ ഇരട്ടിയായി. ഓക്കെ, അത് വലത് കൈക്ക് തന്നെ തിരിച്ച് വെച്ചപ്പോൾ എന്തായി? 2 കയ്യിലും സെയിം ആയി. മിൻഹയുടെ 2 കയ്യിലും 3 പെൻസിൽ വീതമാണ് വിചാരിച്ചോ. അപ്പോൾ എന്തായി? ഈ ഇടത്തെ കയ്യിൽ നിന്ന് ഒരു പെൻസിൽ എടുത്തിട്ട് വലത്തെ കൈക്ക് വെച്ചപ്പോൾ വലത്തെ കയ്യിൽ 4 എണ്ണമായി. അപ്പോൾ ഇടത്തെ കയ്യിൽ എത്ര എണ്ണം? 2 എണ്ണം. അപ്പോൾ ഇടത്തെ കൈയിൻ്റെ ഇരട്ടി വലത്തെ കയ്യിലായി. ഇതിൽ 2ഉം ഇതിൽ 4ഉം. അപ്പോൾ വലത്തെ കയ്യത്തെ 1 തിരിച്ച് ഇങ്ങോട്ട് തന്നെ വെച്ചപ്പോൾ 3ഉം 3ഉം 2 കയ്യിലും തുല്യമായി. അപ്പോൾ മിൻഹയുടെ ഓരോ കയ്യിലും 3 പെൻസിലാണുള്ളത്. ഇനി സ്കൂള് ഉച്ചഭക്ഷണ പദ്ധതി. അയനിമല സ്കൂളിൽ ഭക്ഷണം പാകം ചെയ്യുന്നത് ശ്യാമള ചേച്ചിയാണ്. ഒരു ദിവസം 600 രൂപയാണ് കൂലി. ജൂൺ മാസം 20 ദിവസം ഭക്ഷണം പാകം ചെയ്തു. എത്ര രൂപ കൂലി കിട്ടി? ജൂലൈ മാസം 22 ദിവസം ജോലി ചെയ്തു. അപ്പോൾ എത്ര രൂപ കിട്ടി? അതായത് ഈ ശ്യാമള ചേച്ചിക്ക് ഒരു ദിവസം 600 രൂപ വെച്ചിട്ടാണ് കൂലി കിട്ടുന്നത്. അപ്പോൾ ജൂൺ മാസം 20 ദിവസം ഭക്ഷണം പാകം ചെയ്തു. 20 ദിവസം 600 കിട്ടിയാൽ എത്ര രൂപയായി? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 20 × 600 ചെയ്യുക. 20 × 600 ചെയ്താൽ 12000. ജൂൺ മാസത്തിൽ 12000 രൂപ കിട്ടി. ജൂലൈ മാസം 22 ദിവസം ഉണ്ട്. അപ്പോൾ 22 × 600 13200. അപ്പോൾ ജൂലൈ മാസം 13200 രൂപ കിട്ടി. ഓക്കെ, ഇനി 100, 200, 300 എന്നിവ കൊണ്ട് ഗുണിക്കാം. 1 × 100 100, 2 × 100 200, 3 × 100 300, 5 × 100 500, 8 × 100 800. ഇനി 10 × 100 എത്ര? 1000. 10 100 കൂട്ടിയാൽ 1000. 12 × 100 എത്രയാണ്? 1200. 10 100 1000, പിന്നെ 2 100 200, അപ്പോൾ 1200. 15 × 100 എത്രയാണ്? 1500. 18 × 100 1800. 20 × 100 എത്ര? 2000. 100 × 100 എത്രയാണ്? 10000. ഓക്കെ, ഇനി 1 × 200 200, 2 × 200 400. ഓക്കെ, 3 × 200 600, 5 × 200 1000, 8 × 200 1600, 10 × 200 2000, 12 × 200 2400, 15 × 200 3000, 18 × 200 3600, 20 × 200 4000, 100 × 200 20000. ഇത് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഈ 1 × 200 എന്നുള്ളതിൽ 1 × 2 ചെയ്യുക. അപ്പോൾ 2, എന്നിട്ട് 2 0 ഇട്ട് കൊടുക്കുക. 200ത്തെ 2 0 ഇട്ട് കൊടുക്കുക. പിന്നെ 2 × 200ൽ ഫസ്റ്റത്തെ 2 × 2 ചെയ്യുക. അപ്പം 4, 4ൽ 2 0 ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെയൊക്കെ 10 × 200 എന്നുള്ളതിൽ 10 × 2 ചെയ്യുക. എത്രയാണ്? 20. അപ്പോൾ 20ൻ്റെ കൂടെ 2 0 ഇട്ട് കൊടുക്കുക. 2000. അങ്ങനെ ചെയ്താൽ മതി. 100 × 200 എന്നുള്ളിടത്ത് 100 × 2 ചെയ്താൽ 200. 200ൻ്റെ കൂടെ 2 0 ഇട്ട് കൊടുത്താൽ 20000. ഓക്കെ, ഇനി 300. 1 × 300 300, 2 × 300 600, 3 × 300 900, 5 × 300 1500, 8 × 300 2400. ഇതും അതേപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ ട്രിക്ക് പോലെ ചെയ്താൽ മതി. 1 × 3 ചെയ്യുക. അപ്പം 3, അതിൻ്റെ കൂടെ 2 0 ഇട്ട് കൊടുക്കുക. ഈ 100ത്തെ 2 0, 2 × 3 6, അതിൻ്റെ കൂടെ 2 0 ഇട്ട് കൊടുക്കുക. 10 × 300 3000, 12 × 300 12 × 3 എത്ര? 36. അപ്പോൾ 3600. 15 × 3 45, അപ്പോൾ 4500. 18 × 3 54. 20 × 300 6000. 100 × 300 30000. ഓക്കെ, 3 × 100 ചെയ്താൽ 300, കൂടെ 2 0 ചേർത്താൽ 30000. 100 200 300 എന്നീ സംഖ്യകൾ കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പവഴി നോട്ട് ബുക്കിൽ എഴുതാൻ. എളുപ്പവഴി ഇതൊക്കെ തന്നെയാണ്. ഫസ്റ്റ് 2 സംഖ്യ ഗുണിച്ചിട്ട് പിന്നെ 100ത്തെ 2 0 ഇട്ട് കൊടുക്കുക. ഓക്കെ,
ഇനി പഠനയാത്ര. 4ാം ക്ലാസ്സിലെ 40 കുട്ടികളും 3 അധ്യാപകരും 2 രക്ഷിതാക്കളും ഗെയിം സിറ്റി കാണാൻ പോയി. മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയുമാണ് ടിക്കറ്റിന്റെ വില. ആകെ എത്ര രൂപ കൊടുക്കണം? ആരൊക്കെയാണ് പോയത്? 4ാം ക്ലാസ്സിലെ 40 കുട്ടികളും പോയി, 3 അധ്യാപകരും, പിന്നെ 2 രക്ഷിതാക്കളും ഗെയിം സിറ്റി കാണാൻ പോയി. അപ്പോൾ 5 വലിയവരുണ്ട്, 40 കുട്ടികളുണ്ട്. അപ്പോൾ മുതിർന്നവർക്ക് 100 രൂപയാണ്, കുട്ടികൾക്ക് 50 രൂപയും. ടിക്കറ്റിന്റെ വില മുതിർന്നവർക്ക് 100 രൂപ ആകുമ്പോൾ മൊത്തം 3 അധ്യാപകരും 2 രക്ഷിതാക്കളും ചേർത്ത് 5 മുതിർന്നവരാണ്. അപ്പോൾ മുതിർന്നവർക്ക് മൊത്തം 500 രൂപയായി. കുട്ടികളാണെന്നുണ്ടെങ്കിലോ 40 പേർക്ക് 50 രൂപ വെച്ച് വേണം. അപ്പോൾ 40 × 50 2000. അപ്പോൾ 2000, മുതിർന്നവർക്ക് 5 × 100 500. അപ്പോൾ 2500 രൂപ മൊത്തം വേണം. ഓക്കെ, ഞാൻ കണക്കാക്കിയ രീതി, ചങ്ങാതി കണക്കാക്കിയ രീതി. ഞാൻ കണക്കാക്കിയത് എങ്ങനെയാണ്? ആദ്യം 100 × 5 ചെയ്യുക, പിന്നെ കുട്ടികളെ 40 × 50 ചെയ്യുക. ഓക്കെ, പിന്നെ അടുത്തത് 1 × 96 96. 2 × 48 എത്ര? 48 2 പ്രാവശ്യം കൂട്ടിയാൽ 96 തന്നെയാണ് ആൻസർ. 4 × 24 48ന്റെ പകുതിയാണ് 24. അപ്പോൾ 24 4 പ്രാവശ്യം കൂട്ടിയാൽ 96 തന്നെ. പിന്നെ 8 × 12, അതായത് 24ന്റെ പകുതി 12. 12 8 പ്രാവശ്യം കൂട്ടിയാൽ അതിൻ്റെ ആൻസർ 96. 16 × 6, 12ന്റെ പകുതി 6, അത് 16 പ്രാവശ്യം കൂട്ടിയാലും 96. 32 × 3, അതും 96. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ആൻസർ 96 ആണ്. അപ്പോൾ ഗുണനഫലത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നിങ്ങൾ കണ്ടുപിടിച്ചത് എഴുതൂ. എന്താ കണ്ടുപിടിച്ചത്? ഈ എല്ലാ ഗുണനവും ഒരേ സംഖ്യ തന്നെയാണ് ആൻസർ. അതാണ് പ്രത്യേകത. പിന്നെ ഇതിലെന്താണ്? ഈ 1 × 2 × 4 × 8 × 16 × 32. അതെന്താ നിങ്ങൾ ശ്രദ്ധിച്ചോ? അതിലെന്താണ്? ഇരട്ടിയായി കൂടി പോവുകയാണ് ചെയ്യുന്നത്. കാരണം 1, 1ന്റെ ഇരട്ടി 2, 2ന്റെ ഇരട്ടി 4, 4ന്റെ ഇരട്ടി 8, 8ന്റെ ഇരട്ടി 16, 16ന്റെ ഇരട്ടി 32. അങ്ങനെ ആ സൈഡ് അങ്ങനെ കൂടി വരുന്നു. എന്നാൽ ഇപ്പുറത്തോ 96, 96ന്റെ പകുതി 48, 48ന്റെ പകുതി 24, 24ന്റെ പകുതി 12, 12ന്റെ പകുതി 6, 6ന്റെ പകുതി 3. അതാണ് ഇതിലുള്ള പ്രത്യേകത. ഓക്കെ, ഇനി മതിൽ നിർമ്മാണം. മതിൽ കെട്ടാൻ മൈതാനത്ത് കല്ല് അടുക്കി വെച്ചത് നോക്കൂ. ഈ ചിത്രത്തിൽ കാണാം. ഒരു വരിയിൽ 5 കല്ല് വീതം 3 വരി, അതായത് ഇവിടെ 3 വരി കല്ലാണ് അടുക്കി വെച്ചിരിക്കുന്നത്. ഓരോ വരിയിലും 5 കല്ല് വീതമാണ് വെച്ചിരിക്കുന്നത്. ഇതുപോലെ 4 അടുക്ക് കല്ലുണ്ട്. ആകെ എത്ര കല്ല്? ഇതെങ്ങനെ എഴുതുക? ഒരു വരിയിൽ 5 കല്ലാണ്. അപ്പോൾ 3 വരിയിൽ 3 × 5 15 കല്ല്. അപ്പോൾ 4 അടുക്കിലാവുമ്പോഴോ ഇതേപോലെ 3 വരിയുള്ള 4 അടുക്ക്. അപ്പോൾ 3 വരിയിൽ 15 ആണല്ലോ. അപ്പോൾ 15 × 4 എത്രയാണ്? 60. 60 കല്ലാണ് 4 അടുക്കിൽ വരുന്നത്. ആകെ മൊത്തം 4 അടുക്കിൽ എത്ര എണ്ണമാണ്? 60 കല്ലാണുള്ളത്. ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി അക്കങ്ങളുടെ ഗുണനഫലം. 123 എന്ന സംഖ്യയിലെ അക്കങ്ങൾ ഗുണിച്ചു നോക്കൂ. 123ൽ 1 × 2 × 3 6. 121 എന്ന സംഖ്യയിലെ അക്കങ്ങൾ ഗുണിച്ചാലോ 1 × 2 × 1 2 തന്നെയാണ് വരിക. ഓക്കെ, ഇനി ഈ രീതിയിൽ അക്കങ്ങളുടെ ഗുണനഫലം 2, 3, 5, 7 എന്നിവ വരുന്ന 3 അക്ക സംഖ്യകൾ എഴുതി നോക്കൂ. 2, 3, 5, 7 ഏതൊക്കെ നമുക്ക് എഴുതാൻ പറ്റും? 2, 3, 5, 7 എന്ന് ആൻസർ വരുന്ന രീതിയിൽ ഇവയെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ആൻസർ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1 കൊണ്ട് ഗുണിച്ചാൽ തന്നെ ഉള്ളൂ ഈ ആൻസറുകൾ കിട്ടുക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 121, 1 × 2 × 1, പിന്നെ 131, 1 × 3 × 1, 151, പിന്നെ 171. പിന്നെ എങ്ങനെ എഴുതാൻ പറ്റും? 211, 311, പിന്നെ 511, 711. പിന്നെ നമുക്ക് 112, 113, 115, 117 ഈ 3 രീതിയിൽ ചെയ്യാൻ പറ്റും. ബാങ്കിലേക്ക്. മിത്രയുടെ അമ്മ പണം എടുക്കാൻ ബാങ്കിലെത്തി. 50 രൂപയുടെ 3 കെട്ട് നോട്ടാണ് കിട്ടിയത്. ഓരോ കെട്ടിലും 100 നോട്ട് വീതമുണ്ട്. ആകെ എത്ര രൂപ? അതായത് മിത്രയുടെ അമ്മക്ക് 50 രൂപയുടെ 3 കെട്ടാണ് കിട്ടിയത്. 3 കെട്ടുണ്ട്. ഈ 3 കെട്ടിലും 100 നോട്ടുകളുണ്ട്. അതായത് 3 കെട്ടിലും 50ന്റെ 100 നോട്ടുകളാണ് ഉള്ളത്. അപ്പോൾ എത്ര നമ്മളെങ്ങനെ കണക്കാക്കുക? 100 നോട്ടുണ്ട് ഒരു കെട്ടിൽ. അപ്പോൾ 150 എത്രയാണ്? 150 5000 രൂപ വരും. 50 × 100. അത് നിങ്ങൾ എങ്ങനെ ചെയ്താൽ മതി? ഫസ്റ്റത്തെ 5ഉം ഈ 10ഉം 100ത്തെ 10ഉം ഗുണിക്കുക. 5 × 10 50. പിന്നെ ബാക്കിയുള്ള 2 0 കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ 5000. ഈ 5000ത്തിന്റെ നോട്ടാണ് ഓരോ കെട്ടിലും. അപ്പോൾ ഈ 3 കെട്ടിലും എത്ര വരും ടോട്ടൽ? 5000. രണ്ടാമത്തേലും ഇവിടെ കൂട്ടിയാൽ 10000, മൂന്നാമത്തെ ഇവിടെ കൂട്ടിയാൽ 15000 രൂപയായി മൊത്തം. ഇനി ഗണിത മാഗസിൻ. ഗണിത മാഗസിനിലേക്ക് ശ്രവ്യ തയ്യാറാക്കിയ സംഖ്യാ പട്ടിക നോക്കൂ. ഇവയുടെ പ്രത്യേകത എന്താണ്? ശ്രവ്യ തയ്യാറാക്കിയത്? 1 = 1 × 1, 1 + 3 = 4 = 2 × 2, 1 × 3 + 5 = 9 = 3 × 3, 1 + 3 + 5 + 7 = 16, 4 × 4. അതായത് 1 പറഞ്ഞാൽ 1 × 1, പിന്നെ 1 + 3 4 തന്നെ വരിക. 4 വേറെ ഇങ്ങനെ 2 × 2 ആയിട്ടും കിട്ടും. പിന്നെ 9 3 × 3 ആണ്. 1ഉം 3ഉം 5ഉം കൂട്ടിയ 9 ആണ്. പിന്നെ 1ഉം 3ഉം 5ഉം 7ഉം കൂട്ടിയ 16, 4 × 4 16. അടുത്ത 4 വരി എങ്ങനെ എഴുതുക? പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഈ കൂട്ടുന്നത് 1 + 3, 1 + 3 + 5 എന്നൊക്കെ ഉള്ളത് ഒറ്റ സംഖ്യകൾ മാത്രമാണ്. 2, 4, 6, 8, 10 അങ്ങനത്തെ ഇരട്ട സംഖ്യകൾ കൂട്ടുന്നില്ല. അപ്പോൾ അടുത്ത വരിയിൽ എന്തേക്കാരം വരിക? 1 + 3 + 5 + 7 +
7 കഴിഞ്ഞുള്ള ഒറ്റസംഖ്യ ഏതാണ് 9. അപ്പം മൊത്തം എത്ര ആയിരിക്കും 25. 25 എങ്ങനെ വരിക 5 ഇൻറ്റു 5 25. അതാണ് ആൻസർ. പിന്നെ നമ്മൾ ഈ സൈഡത്തെ ഇത് നോക്കിയിട്ട് ഗുണിച്ചാൽ മതി. 1 ഇൻറ്റു 1 2 ഇൻറ്റു 2 അങ്ങനെ. അപ്പോൾ 5 ഇൻറ്റു 5 അടുത്തത്. പിന്നെ അടുത്തത് എന്തായാലും 6 ഇൻറ്റു 6 ആയിരിക്കും വരിക. 6 ഇൻറ്റു 6 36. അപ്പോൾ 36നെ നമ്മൾ എത്രയൊക്കെ കൂട്ടിയാലേ കിട്ടുക 1 + 3 + 5 + 7 + 9 + 11. അപ്പോൾ 36. പിന്നെ അടുത്തത് 7 ഇൻറ്റു 7. 7 ഇൻറ്റു 7 49. 49ന് എത്രയൊക്കെ കൂട്ടേണ്ടി വരും 1 + 3 + 5 + 7 + 9 + 11 + 13. പിന്നെ അടുത്തത് 8 ഇൻറ്റു 8 64. 64 വരാൻ എങ്ങനെയാണ് 1 + 3 + 5 + 7 + 9 + 11 + 13 + 15. ഓക്കെ. ഇനി ഇവ കണക്കാക്കാമോ 1 + 3 + 5 + 7 അങ്ങനെ 19 വെച്ചും പോയാൽ എത്രയും കാര്യം കിട്ടുക. അതായത് 19 വെച്ചും കൂട്ടി പോവുക. 7 + കഴിഞ്ഞാൽ പിന്നെ ഏതാണ് 7 കഴിഞ്ഞാൽ അടുത്ത ഒറ്റ സംഖ്യ 9. 9 + അങ്ങനെ 19 വെച്ചും കൂട്ടി പോകുമ്പോൾ 100 വരും ആൻസർ. പിന്നെ അടുത്തതും അതേപോലെ 99 വെച്ച് നിങ്ങൾ കൂട്ടി വെക്കുക. 1 + 3 + 5 + 7 അങ്ങനെ ഒറ്റ സംഖ്യ അങ്ങനെ എടുത്ത് പോവുക. അങ്ങനെ 99 വെച്ചും കൂട്ടിപ്പോയാൽ 2500 കിട്ടും. നിങ്ങൾ നോക്കി വെക്കുക. ഓക്കെ. ഇനി അടുത്ത ഭാഗം 2 = 1 × 2 2 + 6 = 2 × 3 2 + 4 + 6 = 3 × 4 2 + 4 + 6 + 8 = 4 × 5 20. അതായത് ഈ സൈഡ് നോക്കി നോക്കൂ 1 × 2 പിന്നെ 2 × 3 പിന്നെ 3 × 4 പിന്നെ 4 × 5 അടുത്ത സ്റ്റെപ്പ് എന്തേക്കാരം 5 × 6 അങ്ങനെയാണ് ഇത് പോണത്. ഓക്കെ. ഇപ്പുറത്താണെങ്കിലോ ഇതിൽ നമ്മൾ ഏതാ കൂട്ടുന്നത് ഇരട്ട സംഖ്യകളാണ് കൂട്ടുന്നത്. 2 4 6 8 അങ്ങനത്തെ സംഖ്യകളാണ് കൂട്ടി പോകുന്നത്. അപ്പോൾ അടുത്ത 4 വരി എഴുതണം. എന്തായിരിക്കും അടുത്തത് വരിക 2 + 4 + 6 + 8 + 8 കഴിഞ്ഞാൽ പിന്നെ 10 30. അപ്പോൾ അപ്പുറത്ത് എന്താ വരിക 5 × 6. പിന്നെ അടുത്തത് 5 × 6. പിന്നെ അടുത്തത് 6 × 7. 6 × 7 42. അപ്പോൾ 2 + 4 + 6 + 8 + 10 + 12. പിന്നെ അടുത്തത് എന്തേക്കാരം 7 × 8 56 വരും. 2 + 4 + 6 + 8 + 10 + 12 + 14. പിന്നെ അടുത്തത് 2 + 4 + 6 + 8 + 10 + 12 + 14 + 16 72 വരും. ഓക്കെ. ഇനി ഇവ കണക്കാക്കാമോ ഇവിടെ മറ്റേതിന് പകരം 2 + 4 + 6 + 8 അങ്ങനെ 20 വരെ കൂട്ടിപ്പോവാനാണ് പറഞ്ഞിരിക്കുന്നത്. 8 കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് 10. ഓക്കെ. 20 വരെ അങ്ങനെ കൂട്ടിപ്പോയാൽ 110 കിട്ടും. പിന്നെ അടുത്തത് ഇതേ സ്റ്റെപ്പ് തന്നെ 100 വരെ കൂട്ടിപ്പോവുക. ഇരട്ട സംഖ്യകൾ മാത്രം. ഓക്കെ. അങ്ങനെ 100 വരെ കൂട്ടിപ്പോയാൽ 2550 എന്ന് കിട്ടും. ഓക്കെ. ഇനി ലാസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അയനിമല സ്കൂളിന് ചുറ്റുമതിൽ കെട്ടുകയാണ്. 3 കൽപ്പണിക്കാരും 2 സഹായികളും ചേർന്ന് 8 ദിവസം കൊണ്ട് മതിൽ കെട്ടി. കൽപ്പണിക്കാരന് ഒരു ദിവസത്തെ കൂലി 1000 രൂപയും സഹായിക്ക് 800 രൂപയുമാണ്. മതിൽ കെട്ടാൻ ആകെ എത്ര രൂപയാണ് കൂലി കൊടുത്തത്. അതായത് 3 കൽപ്പണിക്കാരും 2 സഹായികളും ഉണ്ട്. ഒരു ദിവസം ഒരു കൽപ്പണിക്കാരന് 1000 രൂപയാണ് കൊടുക്കുന്നത്. അപ്പം 3 ആളുണ്ട്. അപ്പം 3 × 1000 3000. ഓക്കെ. അങ്ങനെ 8 ദിവസം അവർക്ക് കൊടുത്തു. അപ്പോൾ 8 × 3000 ചെയ്യുക. അങ്ങനെ 8 × 3000 24,000 8 ദിവസം കൽപ്പണിക്കാർക്ക് കൊടുത്തത് ആണ്. സഹായികൾക്ക് എത്രയാണ് ഒരു ദിവസം 800. അങ്ങനെ 2 സഹായി ഉണ്ട്. അപ്പോൾ ഒരു ദിവസം 2 സഹായിക്കും കൂടി 800 × 2 1600. 1600 × 8 ആണ്. 8 ദിവസം 1600 × 8 ചെയ്ത് നോക്കാം. 12800. അപ്പം മതിൽ കെട്ടാൻ ആകെ എത്ര ആയി ഈ 12800 സഹായികൾക്കും പണിക്കാർക്ക് മൊത്തം 24,000. അപ്പം മൊത്തം 36,800 രൂപയാണ് ഈ മതിൽ കെട്ടാനായിട്ട് ചിലവായത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 6 പേനയ്ക്ക് 50 രൂപയാണ് വില. ഇത്തരം 15 പേന വാങ്ങാൻ എത്ര രൂപ വേണം. ഇത് സിമ്പിളാണ്. 6 പേനയ്ക്ക് 50 രൂപ ആവുമ്പോൾ 6ൻ്റെ ഇരട്ടി 12. അപ്പോൾ 12 പേനയ്ക്ക് 50 കൂടി കൂടുമ്പോൾ 100 രൂപയായി 12 പേനയ്ക്ക്. ഓക്കെ. അപ്പോൾ 6 പേനയ്ക്ക് 50 ആവുമ്പോൾ 6ൻ്റെ പകുതി 3 പേനയ്ക്ക് എത്ര ആവും 50ൻ്റെ പകുതി 25. അപ്പോൾ ഈ 12 പേനയ്ക്ക് 100ഉം ബാക്കി 3 പേനയ്ക്ക് 25 ആവുമ്പോൾ 125 രൂപ മൊത്തം 15 പേനയ്ക്കായി. ഓക്കെ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സംഖ്യകൾ ഗുണിച്ചെഴുതിയതുപോലെ ഈ വലതുവശത്തെ
ഒഴിഞ്ഞ വട്ടങ്ങളിലെ സംഖ്യകൾ കണ്ടുപിടിച്ചെഴുതുക. ഈ വലത് വശത്തുള്ള ഈ വലിയ ബോക്സത്തെ വട്ടങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. ഈ സൈഡിൽ 2ഉം ഈ സൈഡിൽ 3ഉം ആവുമ്പോൾ 3 × 2 ചെയ്തു 6 കിട്ടി. പിന്നെ 6ഉം ഈ സൈഡത്തെ 3ഉം 3 × 6 18 കിട്ടി. പിന്നെ 2ഉം ഈ ഭാഗത്തത്തെ 5ഉം 5 × 2 10 കിട്ടി. 6ഉം ഈ ഭാഗത്തത്തെ 5ഉം 5 × 6 30 കിട്ടി. അപ്പം നമ്മൾ ഇവിടെയൊക്കെ ഈ സംഖ്യകൾ കിട്ടാൻ ഈ വട്ടത്തിൻ്റെ ഉള്ളിൽ ഏതൊക്കെ വേണ്ടത് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. 6 കിട്ടണമെങ്കിൽ ഇവിടെ ഈ 6 എന്നുള്ള ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 2 വട്ടങ്ങളിലും ഏതൊക്കെ 2 × 3 ആണ് 6. അപ്പോൾ ഇവിടെ 2ഉം ഇവിടെ 3ഉം. ഇനി അടുത്തത് 15. 15 കിട്ടാൻ എങ്ങനെയാണ്? I 3 ആണ് 15. 5 × 3 ആണ് 15. അപ്പോൾ ഈ ബോക്സിൽ 5, ഈ ബോക്സിൽ 3. ഇതിനൊക്കെ നമുക്ക് ആദ്യം ഗുണനപ്പട്ടിക കാണാപ്പാഠം അറിയണം. ഓക്കെ. ഇനി 18 എത്രയാണ്? 6 × 3 ആണ് 18. അപ്പോൾ ഇവിടെ 6. ഇവിടെ നമുക്ക് 3. അപ്പോൾ നമ്മൾ ഇവിടെ 9 കൊടുക്കാം. 9 കൊടുത്താൽ 3 × 9 നമുക്ക് എത്ര കിട്ടും? 27 ഇവിടെ എഴുതാം. പിന്നെ അടുത്തത് ഇവിടെ 11. അപ്പോൾ നമ്മൾ ഈ 11ഉം ഈ സൈഡിലുള്ള അക്കങ്ങൾ വെച്ചിട്ടുമാണ് നമ്മൾ ഗുണിക്കേണ്ടത്. 11 ഇവിടെ 2. അപ്പോൾ 11 × 2 22. 11 × 5 ഇവിടെ ആവുമ്പോൾ ഇവിടെ 55. പിന്നെ 11 × 6 66. പിന്നെ 11 × 9 99. ഈ 99 ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഫസ്റ്റത്തെ ഇതിൽ എഴുതി കൊടുക്കേണ്ട സംഖ്യ കണ്ടുപിടിക്കേണ്ടത്. പിന്നെ അടുത്തത് നമുക്ക് ഈ കള്ളിയിൽ കണ്ടുപിടിക്കാൻ ഒരു ഓപ്ഷനേ തന്നിട്ടുള്ളൂ, 40 എന്നുള്ള ഓപ്ഷൻ. അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഇപ്പോൾ നമുക്ക് തന്ന ഓപ്ഷൻ 40ആണ്. അപ്പോൾ ഈ 40ൻ്റെ നേരെ നമുക്കിവിടെ അറിയാവുന്ന നമ്പർ എത്രയാണ്? 5. അപ്പോൾ 5നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 40 കിട്ടുക നോക്കുക. അതായിരിക്കും ഇവിടെ ഉള്ളത്. ഓക്കെ. 8 കൊണ്ട് ഗുണിച്ചാലാണ് 40 കിട്ടുക. 8 5 40. അപ്പോൾ ഇവിടെ 8. ഓക്കെ. ഇവിടെ 8 ആവുമ്പോൾ ഇവിടെ എത്രയാണ്? 2. 2 ഈ 8 16 ഇവിടെ വരും. പിന്നെ അടുത്തത് ഇവിടെ 8ഉം ഇവിടെ 5ഉം ആവുമ്പോൾ ഈ 8 40. അപ്പോൾ ഇവിടെ 40. പിന്നെ ഇവിടുത്തെ 8ഉം ഇവിടുത്തെ 6ഉം എത്ര ആയിരിക്കും? 6 8 48. പിന്നെ ഇവിടുത്തെ 8ഉം ഇവിടുത്തെ 9ഉം ഇവിടെ 72 ആയിരിക്കും വരിക. ഓക്കെ. ഇനി അടുത്ത കള്ളിയിൽ നമുക്ക് 42 എന്നാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. 42ൻ്റെ നേരെ ഇവിടെ ഉള്ളത് എത്രയാണ്? 6. 42 വരാൻ 6നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോഴായിരിക്കും? 7 ആയിരിക്കും. 7 6 ആണ് 42. ഓക്കെ. അപ്പോൾ ഇവിടെ 7ഉം ഇവിടുത്തെ 2ഉം ഇവിടെ 14. 7ഉം ഇവിടുത്തെ 5ഉം 35. 7ഉം ഇവിടുത്തെ 6ഉം 42. 7ഉം ഇവിടുത്തെ 9ഉം 63. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി. അടുത്ത ക്വസ്റ്റ്യൻ 4ാമത്തത്. 1 2 3 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് അക്കങ്ങൾ ആവർത്തിക്കാതെ രണ്ടക്ക സംഖ്യകൾ എഴുതൂ. എങ്ങനെയാണ്? ഇത് ഉപയോഗിച്ചിട്ടുള്ള രണ്ടക്ക സംഖ്യകളാണ് എഴുതേണ്ടത്. അതിൽ ഈ അക്കങ്ങൾ തന്നെ ആവർത്തിക്കാൻ പാടില്ല. അതായത് 10 മുതലാണ് രണ്ടക്ക സംഖ്യകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 10 മുതൽ എഴുതാം. അതിൽ ഈ സംഖ്യ 1 ആണ്. ഇതിൽ 1 2 3 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ 11 പറ്റൂല, 22 പറ്റൂല, 33 പറ്റൂല. ബാക്കിയുള്ള രണ്ടക്ക സംഖ്യകൾ എഴുതുക. 11 വന്നാൽ വീണ്ടും 1 ആവർത്തിച്ചു, 22 വന്നാൽ 2 പ്രാവശ്യം ആവർത്തിച്ചു, 33ലും ആവർത്തിച്ചു. ബട്ട് ബാക്കി 12 13 14 15 അങ്ങനെ എഴുതി പോവുക. പിന്നെ 21 22 എഴുതാൻ പറ്റൂല, 23 അങ്ങനെ 30 40 വരെയുള്ളത് എഴുതുക. ഓക്കെ. ഇനി അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ. 1 2 3 4 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് അക്കങ്ങൾ ആവർത്തിക്കാതെ രണ്ടക്ക സംഖ്യകൾ എഴുതുക. ഇതേപോലെ തന്നെ എഴുതേണ്ടത്. അതിൽ 44ഉം ഒഴിവാക്കുക. ഓക്കെ. അപ്പോൾ ഇതോടുകൂടി ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. കുറച്ച് ലെങ്ത്ത് കൂടിപ്പോയി. ഇത് മാത്സ് ആയതുകൊണ്ടാണ് ഇത്ര കൂടിയത്. അപ്പോൾ ഇനി ഇതുപോലെ എല്ലാ പാഠത്തിൻ്റെയും വീഡിയോസ് വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.